പുതിയൊരു ലോക നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ഒരു സമയമായി എന്ന് ഒരു പ്രഖ്യാപനം വരികയാണ്. അപ്പൊ ഈ ആളുകളെ തെരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് ക്വാളിറ്റി വേണ്ടേ? അപ്പൊ അങ്ങനത്തെ ക്വാളിറ്റി ഉള്ള ആളെ തെരഞ്ഞെടുക്കാൻ എനിക്കുമുണ്ട് ഒരു വോട്ടവകാശം, നിങ്ങൾക്കുമുണ്ട് ഒരു വോട്ടവകാശം. ഒരു നിർണായകമായ വോട്ടായിരിക്കും നമ്മുടെ ഒക്കെ. അപ്പൊ 3 പേര് മത്സര രംഗത്ത് വന്നു. ഈ 3 പേരും വ്യത്യസ്തരായുള്ള ആളുകളാണ്. അപ്പൊ വ്യത്യസ്തരായുള്ള ആളുകൾക്ക് വ്യത്യസ്ത രീതിയിൽ നമ്മൾ ആരാണ് ഏറ്റവും ക്വാളിറ്റി കൂടിയ ആളുകൾ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അവർ വോട്ട് ചെയ്യുക. അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ഭാവി, അതിലെ അവരുടെ പ്രവർത്തന മേഖല, ജീവകാരുണ്യ രംഗത്ത് എങ്ങനെ മനുഷ്യന് ക്ഷമയും ശാന്തതയും സമാധാനവും നൽകാൻ പറ്റുന്ന വ്യക്തിയാണോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ വരും. അങ്ങനെ ആ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നാമത്തെ ആളുകളുടെ ലിസ്റ്റ് വായിക്കാണ്. അത്തരത്തിലുള്ള ആളായിരുന്നു ഒന്നാമത്തെ ആള്. വക്രബുദ്ധിക്കാരുമായ രാഷ്ട്രീയക്കാരുമായി ബന്ധം. വക്രബുദ്ധി അതായത് വേണ്ടാത്ത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരുമായുള്ള ബന്ധം. 2, അദ്ദേഹത്തിനുള്ള മറ്റൊരു ദോഷം എന്താ വെച്ചാല് ജ്യോത്സ്യന്മാരുമായി കാര്യങ്ങൾ ആലോചിച്ച് മാത്രമേ അദ്ദേഹം ഒരു കാര്യങ്ങൾ ചെയ്യുള്ളൂ. 3-മത്തത് അദ്ദേഹത്തിന് 2 കാമുകിമാരുണ്ട്. 4-മത്തെ കാര്യം കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. പുകവലിയും മദ്യപാനവും നിത്യശീലം. നമ്മൾ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുക? അപ്പൊ ഇത്തരത്തിലുള്ള ആളാണ് 1-മത്തെ ആള്. ഇനി 2-മത്തെ ആളിലേക്ക് നമ്മൾ വരികയാണ്. 2 തവണ തന്റെ ജോലിയിൽ നിന്ന് അദ്ദേഹത്തെ പിരിച്ചുവിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് എന്നും വൈകുന്നേരമായാൽ അദ്ദേഹത്തിന് മദ്യപാനം ഉറപ്പാ. അതേപോലെ തന്നെ ഏത് സമയത്തും ലഹരി ഇല്ലാതെ അദ്ദേഹത്തിന് ജീവിക്കാൻ തന്നെ കഴിയില്ല. മദ്യമല്ലാത്ത ലഹരി. അതാണ് 2-മത്തെ ആളെ ക്വാളിറ്റി. 3-മത്തെ ആളെ ക്വാളിറ്റി അല്പം വ്യത്യസ്തനാണ്. ധീരയോദ്ധാവ്. പുക വലിക്കാറേ ഇല്ല. കുറച്ചേ മദ്യപിക്കൂ. നിരവധി മെഡലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. സ്വന്തം ഭാര്യയെ ഒരിക്കലും വഞ്ചിച്ചിട്ടില്ല. നമ്മൾ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ നമ്മളൊരു ക്വാളിറ്റി തീരുമാനിക്കുമ്പോൾ സ്വന്തം വീട്ടിലേക്കും ഒന്ന് തിരിയുന്നത് നല്ലതാണ്. ഇങ്ങനത്തെ 3 ആളുകളാണ് നമുക്കുള്ളത്. അപ്പൊ ഈ 3 ആളുകളിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെയായിരിക്കും തെരഞ്ഞെടുക്കുക? 3-മത്തെ ആള് ആര്? ഇബ്രാഹിംകുട്ടി സാറാ? സർഫുദ്ദീൻ സാറ്. ഓക്കെ, 3-മത്തെ ആളെ നമ്മൾ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു അല്ലെ? നിങ്ങൾ തീരുമാനിച്ചു. എന്നാലേ 1-മത്തെ ആളെ അമേരിക്കയുടെ 32-മത്തെ പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ്. 1-മത് ഈ ദോഷങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ വ്യക്തി. ചൂതാട്ടം, മദ്യപാനം, അവിഹിതബന്ധം എല്ലാം ഉള്ള ആള്. 2-മത്തെ ആള് അതിനേക്കാളുള്ള രസമുള്ള ആളാണ്. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് 4 തവണ അമേരിക്കൻ പ്രസിഡന്റ് ആയി തെരഞ്ഞെടുത്ത വ്യക്തിയായിട്ടില്ലേ? അതും കൂടി കൂട്ടിച്ചേർക്കുക. മറ്റൊരു പ്രത്യേകത അയാൾക്കുള്ളത് ഐക്യരാഷ്ട്രസഭക്ക് പേര് നൽകിയ മഹാൻ എന്ന ബഹുമതി ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിനുള്ളതാണ്. അമേരിക്കയുടെ 4 തവണ പ്രസിഡന്റായ അദ്ദേഹത്തിനുള്ളതാണ്. ഇനി 2-മത്തെ ആള് കേട്ടാൽ നിങ്ങൾ അതിനേക്കാളും അത്ഭുതപ്പെടും. സാർ വിൽസൺ ചർച്ച് 1940 മുതൽ 45 വരെയും 1951 മുതൽ 1955 വരെയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി. ലോകത്തിൽ ഒരാൾ മാത്രം അത്ര സമയം അവർ പ്രധാനമന്ത്രി ആയിട്ടുള്ളൂ. അദ്ദേഹത്തിനുള്ള പ്രത്യേകത എന്താ നോക്കണോ? സാഹിത്യത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ഏക ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. ലോകത്ത് അതൊരു പ്രധാനമന്ത്രിക്കും പഠിച്ചിട്ടില്ല. നമ്മൾ 2-മത് പറഞ്ഞ വ്യക്തിയാണ് ഈ പറയുന്നത്. സാഹിത്യത്തില് നോബൽ സമ്മാനം ലഭിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് 2-മത് പറഞ്ഞ ആള്. അതേപോലെ അദ്ദേഹത്തിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ എവിടെയെങ്കിലും പരിപാടി കഴിഞ്ഞാൽ 2 വിരൽ ഇങ്ങനെ വി ആകൃതിയിൽ നമ്മൾ കാണിക്കണു. വിജയത്തെ സൂചിപ്പിക്കുന്ന 2 വിരലുകൾ ലോകത്തിൽ ആദ്യമായി കാണിച്ച വ്യക്തിയാണ്. അയാളുടെ പേരിലാണ് ഗിന്നീസ് ബുക്കിൽ ആ പേര് കിടക്കുന്നത്. ഇനി 3-മത്തെ ആളെ പേര് പറഞ്ഞാല് നിങ്ങൾക്ക് വിഷമം തോന്നും. ഇവിടെ 3-മത്തെ പേരിനായിരുന്നു കൂടുതൽ. അദ്ദേഹമാണ് ജർമ്മൻ ചാൻസലർ ആയിരുന്ന ഹിറ്റ്ലർ. 3-മത് പറഞ്ഞ വ്യക്തിയാണ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞ വ്യക്തി. അപ്പൊ ഈ പരീക്ഷണത്തിന് നമ്മൾ തെരഞ്ഞെടുക്കാത്ത ഏറ്റവും സാധ്യതയുള്ള ആളായിരുന്നു നിങ്ങളല്ല, ഞാനടക്കമുള്ള ആളുകള് 3-മത്തെ ആളുകൾക്കായിരുന്നു നമ്മൾ പലപ്പോഴും പ്രാധാന്യം കൽപ്പിച്ചിരുന്നത്. കാരണം ഹിറ്റ്ലർക്ക്. അതേസമയത്ത് ലോകത്തില് ഇന്ന് നമുക്ക് ഹിറ്റ്ലറുടെ സ്ഥാനവും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ സ്ഥാനവും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ശ്രദ്ധ, നമ്മുടെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളും നമ്മൾ കാഴ്ചപ്പാടുകളൊക്കെയാണ്. 1-മത്തെ ആൾക്ക് വക്രബുദ്ധിയാണ്, രാഷ്ട്രീയക്കാരുമായി ബന്ധം, ജ്യോത്സ്യനുമായി കാര്യങ്ങൾ ആലോചിക്കും, 2 കാമുകിമാരുണ്ട്, പുകവലിയും മദ്യപാനവും നിത്യശീലം. എന്നിട്ട് നമ്മൾ അയാൾ ഒഴിവാക്കി. 2-മത്തെ ആൾക്കോ 2 തവണ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഉച്ച വരെ ചത്തുറങ്ങും. അത്രയ്ക്ക് ഉറക്കാണ് അയാൾക്ക്. ലഹരി അണിച്ചിലോ അത് നല്ല പോലെ ഉപയോഗിക്കുകയും ചെയ്യും. 3-മത്തെ ആള് നല്ല ധീരയോദ്ധാവും, കുറച്ചേ മദ്യപിക്കൂ, ഭാര്യനെ ഇത്രയും കാലം വഞ്ചിച്ചിട്ടില്ല. പക്ഷെ നമ്മളൊക്കെ തെരഞ്ഞെടുത്തത് നേരെ തിരിച്ചാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇത്രയും കാര്യം അമേരിക്കൻ പ്രസിഡന്റിനെ നമ്മൾ ഒഴിവാക്കി, അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിനെ നമ്മൾ ഒഴിവാക്കി. അപ്പോ ഓരോ സംഭവങ്ങൾക്കും ഓരോ കാര്യങ്ങളും തീരുമാനിക്കുമ്പോൾ
അതിന് ഒരുപാട് മൂല്യങ്ങളുണ്ട്. ഒറ്റയടിക്ക് ഒരു കാര്യത്തെയും ഒരാളെയും വിലയിരുത്താൻ പാടില്ല എന്നാണ് ഈ ലോക ചരിത്രത്തിൽ നമുക്ക് നൽകിയ ഈ പാഠം. കാരണം നമ്മൾ എന്താണ് ചിന്തിച്ചത് അതല്ല. ഒരു വ്യക്തികളെ തെരഞ്ഞെടുക്കുമ്പോൾ, അതുപോലെ ഒരു സംഭവത്തിന് നമ്മൾ നേരിട്ടിറങ്ങുമ്പോൾ ഒറ്റയടിക്ക് ആ കാര്യങ്ങൾ ഗ്രഹിക്കാതെ തീരുമാനങ്ങൾ എടുക്കരുത് എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് വളരെ ചരിത്രം നിലവിലുള്ള ചരിത്രമാണ്. ഒന്നും ഒരിക്കലും ഇല്ലാത്തതോ അതല്ലെങ്കിൽ ഒരു കഥ പറയോ അല്ല എന്നർത്ഥം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.